യൂട്യൂബിൽ വീഡിയോ കാണുന്നതിനൊപ്പം തന്നെ ടെലിഗ്രാമിൽ നമ്മൾ ക്വസ്റ്റ്യൻ വർക്കൗട്ട് കൊടുക്കുന്നുണ്ട്. SCRT ക്വസ്റ്റ്യൻസ് ഉണ്ട്, കറണ്ട് അഫയേഴ്സിൻ്റെ മെറ്റീരിയൽ ഉണ്ട്, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ നമ്മൾ ഫയൽ സെക്ഷനിൽ പോയി കഴിഞ്ഞാൽ ധാരാളം നിരവധി മെറ്റീരിയലുകളാണ് നമ്മൾ ടെലിഗ്രാമിൽ കൊടുക്കുന്നത്. ജോയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് ടെലിഗ്രാമിൽ എഡ്യു ഓൺ ലേണിംഗ് എന്ന് സെർച്ച് ചെയ്യുക, ജോയിൻ ചെയ്യുക. അപ്പോൾ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ദശാംശ സംഖ്യകളാണ്. ദശാംശ സംഖ്യകൾ നിങ്ങൾ നോട്ട് ചെയ്ത് വയ്ക്കുക. ഇതിൽ എന്തൊക്കെ ചോദ്യങ്ങൾ വരാറുണ്ട്? പലതരത്തിലുള്ള ചോദ്യങ്ങൾ വരാറുണ്ട്. പ്ലസ്, മൈനസ്, ഇൻറ്റു, ഡിവിഷൻ ഇതൊക്കെയുള്ളത്. ഇതൊക്കെ എങ്ങനെ ചെയ്യാമെന്നുള്ളതാണ് മൊത്തത്തിൽ നമ്മൾ ഉദ്ദേശിക്കുന്നത്. ചിലപ്പോൾ ഒരു ഡേ ഒക്കെ കൂടിയേക്കാം. ഞാൻ പറഞ്ഞല്ലോ, നമുക്ക് എല്ലാം കൂടി ചിലപ്പോൾ ഒരു ദിവസം എടുക്കണമെന്നില്ല. ചിലപ്പോൾ നമുക്ക് ഇൻക്ലൂഡ് ചെയ്യും, അങ്ങനെയൊക്കെ ഉണ്ടാവും. ചിലപ്പോൾ വീഡിയോ ലെങ്ത് കൂട്ടിയിട്ടൊക്കെ. വളരെ ബേസിക്കായിട്ട് ആദ്യം പ്ലസ് ചെയ്യാൻ പഠിക്കല്ലേ. പ്ലസ് ചെയ്യുമ്പോൾ എന്താ പണി? 0.3 പ്ലസ് 0.5. ഇത് 3ഉം 5ഉം കൂട്ടുന്ന പോലെ തന്നെ എഴുതിയാൽ മതി. 3ഉം 5ഉം കൂട്ടുമ്പോൾ എന്ത് വരും? 8 ആണല്ലോ. അപ്പോൾ അതിന് പകരം പോയിന്റ് വരും. അപ്പോൾ എന്ത് വരും? 0.8. ആൻസർ സിമ്പിളാണ്. പക്ഷെ ഇവിടെ നോക്കിയേ, 0.05 പ്ലസ് 0.3 ഇങ്ങനെ വരും കേട്ടോ. 0.05 പ്ലസ് 0.3 ഇതെങ്ങനെ ചെയ്യും എന്ന് ചോദിക്കും. ഇത് ശരിക്കും ചെയ്യേണ്ടത്രേ ഉള്ളൂ. 0.05 എഴുതിയിട്ട് ഇവിടെ ഈ പോയിന്റ് തുടങ്ങുന്ന സ്ഥലത്ത് തന്നെ ഇത് എഴുതുക. ഓക്കെ, 0.3 അല്ലേ ഉള്ളൂ. പിന്നെ ബാക്കി വേണമെങ്കിൽ 0 കൂടി ചേർത്ത് കൊടുക്കുക. 0.8 എഴുതിയാലും വലിയ കുഴപ്പമൊന്നുമില്ല. 5, 3, 0.35. ക്ലിയർ ആണല്ലോ? പ്ലസ് ചെയ്യാൻ എളുപ്പമാണ്. ഇനി ഒരു ക്വസ്റ്റ്യൻ കൂടി നോക്കി നോക്കാം നമുക്ക്. ഇതേപോലെ ഡിഫറെൻ്റ് ആയിട്ടുള്ള ചോദ്യമാണ്. 0.05 പ്ലസ് 0.001 പ്ലസ് 0.83 ഒന്ന് ചെയ്ത് നോക്കാം എന്താ വരുന്നത്. അപ്പോൾ അത് ഞാൻ 0.05 എന്ന് എഴുതി, 0.001 എന്ന് എഴുതിട്ടോ, കൃത്യമായിട്ട് മനസ്സിലാക്കുക. പിന്നെ 0.83. ഇതിലിപ്പോൾ ഇവിടെ നോക്കി, ഇതാണ് ഇത്രയും കൃത്യമാണ്, ഒരേ അലൈൻമെൻ്റ് ആണ്. ഇവിടെ ഒരു 1 ഉണ്ട്. ആ 1 മായ്ച്ച് കളയാനൊന്നും പറ്റില്ല. 0 കൊടുത്തു അവസാനം, അപ്പോഴാണ് കൃത്യമാവുക. 1, 5, 3, 8, 0.881. അപ്പോൾ എത്ര വന്നാലും ചെയ്യാം. അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യത്രേ ഉള്ളൂ, ഇതൊക്കെ ശരിക്കും എന്താണോ അതൊരു ജസ്റ്റ് ഒരു ബേസിക്കായിട്ട് പറയാം. 0.05 ഇതെങ്ങനെ എഴുതാം ഒന്ന് ആലോചിച്ച് നോക്കി. അത് ജസ്റ്റ് ബേസിക്കായിട്ട് പറയുകയാണ്. നമ്മൾ നേരെ തുടക്കത്തിൽ പറഞ്ഞില്ല, എന്നാലും നമുക്കിങ്ങനെ ക്ലാസ്സുകളൊക്കെ പറയാറുണ്ട്. 5/100 എന്ന് ആലോചിച്ച് നോക്കിയാൽ മതി. 5/100 എന്ത് വരും? 5 എഴുതിയിട്ട് 2 0-ന് 2 ദശാംശ സ്ഥാനം. 2 0, 5-ന് 2 ദശാംശ സ്ഥാനം, 0.05. ഇനി ഇവിടെ നിങ്ങൾ നോക്കിയാൽ മനസ്സിലാവും, ഇതാണുള്ളത് വാല്യൂ. ഇത് നമുക്ക് എങ്ങനെ ഭിന്നസംഖ്യ രൂപത്തിൽ എഴുതാം? ഇതെങ്ങനെയാണ് ശരിക്കും വാല്യൂ എന്ന് വെച്ചാൽ 1/, എത്ര ദശാംശ സ്ഥാനമുണ്ട്? 1, 2, 3 അത്രയും 0 ഉണ്ടായിരിക്കും. അതായത് 1ൻ്റെ മുകളിൽ 1/1000 എന്ന് എഴുതുകയാണ്. 1/10 എല്ലാവർക്കും അറിയാമല്ലോ. 1 എഴുതുക, ഒരു 0-ന് ഒരു സ്ഥാനം, ഒരു 0-ന് ഒരു സ്ഥാനം. 1/100 2 0 ഉണ്ട്, 2 0-ന് 2 സ്ഥാനങ്ങൾ വേണം. നോക്കി, 2 0 ഉണ്ട്, 2 സ്ഥാനങ്ങൾ കൊടുത്തു, 0.01. അതേപോലെ 3 0 ഉണ്ടെങ്കിൽ ഏത് സംഖ്യ ആയാലും 1 മാത്രമല്ല, 3 0 ഉണ്ടെങ്കിൽ 3 സ്ഥാനം. നോക്കിയാൽ 1, 2, 3 സ്ഥാനമായി പോയിന്റ് കൊടുത്തു, 0.001. അപ്പോൾ ഇതാണ് ദശാംശത്തിൻ്റെ ഒരു ബേസിക്. നിങ്ങൾക്ക് ചിലപ്പോൾ ചെറിയ ക്ലാസ്സുകൾ, വളരെ ചെറിയ ക്ലാസ്സുകൾ പഠിച്ചിട്ടുണ്ടായിരിക്കും. എന്നാലും 0.83 എന്ന് പറയുമ്പോൾ ആൻസർ എന്താണ്? 0.83 മാത്രമാണ് ചോദിക്കുന്നതെങ്കിൽ 83/100 2 സ്ഥാനം മാറ്റി നോക്കി, എത്ര 0 ഉണ്ടോ അത്രയും സ്ഥാനം മാറ്റി ദശാംശം കൊടുക്കുക. അതാണ് ദശാംശത്തിൻ്റെ ഒരു ലോജിക്ക്. 0.83. അപ്പോൾ ഇത് പ്ലസ് ചെയ്ത ആൻസർ കണ്ടുപിടിച്ചു എന്ന് ഞാൻ വിചാരിക്കുന്നു. എനിക്ക് തോന്നുന്നു നമ്മൾ കുറച്ച് കഴിഞ്ഞ് പോയില്ല. എന്തായാലും നോക്കട്ടെ. 0.05 ചെയ്തതാണ് തോന്നുന്നു. 0 ആണല്ലോ. 0.881 ആൻസർ വന്നിട്ടുണ്ട് ഇവിടെ. 0.001, 0.83. അതെ, .7 മൈനസ് 0.3 എന്ത് വരും? അതായത് 0.7 എഴുതുക, 0.3 എഴുതുക, കുറയ്ക്കുക. 7 3 4, 0.4. സംഖ്യകൾ കുറയ്ക്കണ പോലെ തന്നെ കുറയ്ക്കുക. ഇനിയിപ്പോൾ നിങ്ങൾക്ക് ചിലപ്പോൾ തോന്നാം ഇങ്ങനെ വന്നാലോ എന്നുള്ളത്. ചില ചോദ്യങ്ങളൊക്കെ ഇങ്ങനെ വരും. 0.38 മൈനസ് 0.02 ഇങ്ങനെയും വരാം. അപ്പോൾ 0.38 എന്ന് എഴുതുക, 0.02 എന്ന് എഴുതുക. 8-ന് 2 പോയാൽ 6, 3, 32-ന് 2 പോണ പോലെയൊക്കെ എഴുതി വയ്ക്കുക. അപ്പോൾ എങ്ങനെ ചെയ്താലും പ്ലസും മൈനസും നമുക്ക് എളുപ്പമാണ്. എന്താണ് ഇതായിരിക്കുമ്പോൾ, ഏതായിരിക്കുമ്പോൾ ദശാംശ സംഖ്യകൾ പ്ലസും മൈനസും ഒക്കെ എളുപ്പമാണ്.
പക്ഷെ ഇവിടെ കുറച്ച് സമയം എടുക്കേണ്ടത്. നിങ്ങൾ ഈ പ്ലസും മൈനസും ഒക്കെ എന്താണ്, നിങ്ങൾക്ക് തന്നെ കുറേ ക്വസ്റ്റ്യനൊക്കെ ചെയ്ത് നോക്കാവുന്നതാണ്. നമ്മൾ തന്നെ ചില ക്വസ്റ്റ്യൻസിൻ്റെ ആൻസർ നമ്മൾ PDF പ്ലസ് ചെയ്യാനുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് നിങ്ങളത് പ്ലസ് ചെയ്യുന്നതിനെ കുറിച്ച് അങ്ങനെ വറീഡ് ആവേണ്ട ആവശ്യമില്ല. സ്ഥിരമായിട്ട് നമുക്ക് ഗുണിക്കാനും ഹരിക്കാനുമാണ്. നമുക്ക് ആദ്യം ഗുണിക്കുന്നതിനെ കുറിച്ച് ചർച്ച ചെയ്യാം. ഗുണിക്കാനുള്ളത് വെച്ച് കഴിഞ്ഞാൽ എന്താണ്, 0.4 × 0.3. ഇതിൻ്റെ ചോദ്യം ഇതാണ്, ഇതിൽ ഇതാണോ ആൻസർ അല്ലെങ്കിൽ ഇതാണോ ആൻസർ, ഇതാണ് ചോദ്യം. 0.4 0.3 ഇത് രണ്ടിലും ഇതിലേതാണ് ആൻസർ എന്നുള്ളതാണ് എൻ്റെ ചോദ്യം. ഇത് ശരിക്കും മനസ്സിലാക്കേണ്ട ഉത്തരം 12 ആണ്, അത് നമുക്ക് മനസ്സിലായി. ഇവിടെ ഒരു ദശാംശം, ഇവിടെ ഒരു ദശാംശം, 2 ദശാംശം ഉണ്ട്. നോക്കിയേ, 1 1 2 എണ്ണം. അപ്പൊ 2 എണ്ണം ദശാംശം വരുന്നത് ഏതാ ആൻസർ വരിക? ഇത് വരുമോ? ഇല്ല. അപ്പൊ ഗുണിക്കണേൽ നിങ്ങൾ മനസ്സിലാക്കുക, 1 1 2 ദശാംശം ഉണ്ട്. നോക്കി, 1 ദശാംശം 1 ദശാംശം 2 ദശാംശം. ഇനി ഇതേ ചോദ്യം മാറ്റുകയാണ്, 0.03 × 0.4. ഉത്തരം 12 തന്നെയാണ്. എത്ര ദശാംശം ഉണ്ടായിരിക്കും? 2 1 1 2 3 എണ്ണിയാൽ മതി. 1 2 3 3 ദശാംശം വരുമ്പോൾ എന്ത് വരും? 0.012 3 ദശാംശം. ഇതേ ക്വസ്റ്റ്യൻ ഞാൻ മാറ്റുകയാണ്, നോക്കട്ടെ. 0.003 × 0.04 കുറച്ച് വലിയ ഉത്തരം വരും. 4 3 12 തന്നെയാണ്. 1 2 3 4 5 ദശാംശം. എങ്ങനെ നമ്മൾ എണ്ണേണ്ടത് നോക്കി, 1 2 3 4 5 ദശാംശം. അപ്പോൾ 1 2 3 4 5 ആണെങ്കിൽ 1 2 3 4 5 ദശാംശം ആൻസറായി. എന്താ 0 കൊടുക്കുന്നത്? നമ്മൾ പോയിന്റ് ഇട്ടൊന്ന് മനസ്സിലാക്കാൻ വേണ്ടിയാണ് മുന്നിൽ 0 കൊടുക്കുന്നത്. അപ്പോൾ ഇത്ര എളുപ്പമാണ് ഗുണിക്കേണ്ടത്. അപ്പോൾ ഗുണിക്കാനുള്ള ക്വസ്റ്റ്യൻസ് കുറച്ചുകൂടി നമുക്കിവിടെ സ്ക്രീനിൽ റെക്കോർഡ് ക്ലാസ്സുകൾ നിങ്ങൾക്ക് കിട്ടും. അതുപോലെ ഒരു ചെറിയ ഗുണിക്കാനുള്ളതും കൂടി നോക്കണം നമുക്കിവിടെ. എന്താണെന്നുള്ളത് നോക്കാം നമുക്കിവിടെ. അപ്പോൾ ഇത്രയും ഗുണിച്ച ക്വസ്റ്റ്യനിൽ വരുമ്പോൾ നമുക്ക് പഠിക്കും ഓൾറെഡി. ഇപ്പോൾ ഗുണിച്ച് കഴിഞ്ഞാൽ 10 കൊണ്ട് ഗുണിച്ചാൽ എന്തായിരിക്കും? 0.8 10 കൊണ്ട് ഗുണിച്ചാൽ എന്താ കാര്യം വരിക? 0.8 10 കൊണ്ട് ഗുണിച്ചാൽ ദശാംശം പോകും. നോക്കി, 10 കൊണ്ട് ഹരിച്ചാൽ ദശാംശം വരികയാണെങ്കിൽ 10 കൊണ്ട് ഗുണിച്ചാൽ ദശാംശം പോകും. 0.03 100 കൊണ്ട് ഗുണിച്ചാൽ എന്താ വരിക? ദശാംശം പോകും. എത്രയാണോ 0 ഉള്ള അത്രയും ആ നമ്പർ വെച്ച് ഗുണിച്ചാൽ പോകും. എൻ്റെ ചോദ്യം ഇതാണ് കേട്ടോ. 0.03 10 കൊണ്ട് ഗുണിച്ചാൽ എന്ത് വരും? 0.03 10 കൊണ്ട് ഗുണിച്ചാൽ എന്ത് വരും? 2 ദശാംശത്തിൽ 1 ദശാംശം പോകും. അങ്ങനെ ആലോചിച്ചാൽ മതി. ഓക്കെ, ഒരു 0 ഉള്ളൂ. ഇവിടെ 2 ദശാംശം 2 0 ആണെങ്കിൽ 2 പോയിരുന്നു. 1 ദശാംശം 1 0 ആണെങ്കിൽ 1 പോയിരുന്നു. ഓക്കെ, 2 എണ്ണത്തിൽ 1 ദശാംശം പോയി കഴിഞ്ഞാൽ ബാക്കി 1 ദശാംശം. അങ്ങനെ പഠിച്ചു നോക്കിയാൽ 2 എണ്ണത്തിൽ 1 ദശാംശം പോയി കഴിഞ്ഞാൽ ബാക്കി എന്താണ്? 1 ദശാംശം ആൻസർ വരും. ആ 0.03 അല്ലേ? ഇനി അടുത്ത ക്വസ്റ്റൻ നോട്ട്, ഞാൻ 0.875 ഇൻറ്റു ഞാൻ ചോദിക്കുകയാണ് കൂടെ 100 ചോദിക്കുകയാണ്, 100 ചോദിക്കുകയാണ്. 100 ആകുമ്പോൾ എന്ത് വരും നോക്കി? 3 ദശാംശം ഉണ്ട്, 2 ദശാംശം പോവും. 2 0 അല്ലേ? 2 0 ഒഴിവായാൽ 3 ദശാംശത്തിൽ 2 ദശാംശം പോകും. അങ്ങനെയാണ് നോക്കി. 0.875 2 0, അപ്പോൾ 2 ദശാംശം പോയി. ബാക്കി എന്താണുള്ളത്? 1 ദശാംശമായിരിക്കും ബാക്കി ഉണ്ടാവും. കാരണം എന്താണ്? 2 ദശാംശം പോവും 100 കൊണ്ട് ഗുണിച്ചു കഴിഞ്ഞാൽ. ഇത് കംപ്ലീറ്റ് ആയിട്ട് പോകണം എന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് വേണം? 1000 വെച്ച് ഗുണിക്കണം. നോക്കിയേ, 0.875 × 1000. അപ്പോൾ നമ്മൾ പഠിച്ചത് പ്ലസ് പഠിച്ചു, മൈനസ് പ്ലസ് പോലെ തന്നെയാണ്. ഗുണിക്കാനുള്ള ചോദ്യങ്ങളാണ് സ്ഥിരം വരിക. ആ പ്ലസ് മൈനസ് ഗുണിക്കാനുള്ളത് കുറച്ച് റെക്കോർഡ് ക്ലാസ്സുകൾ നിങ്ങൾക്ക് കിട്ടും. ഇതിൻ്റെ കണ്ടിന്യൂവേഷൻ ഉണ്ട്, നോക്കുക. സോ മൈ ഡിയർ ഫ്രണ്ട്സ്, അപ്പോൾ നമ്മുടെ ഫസ്റ്റ് ക്വസ്റ്റൻ ആണ് 0.121 ഹോൾ ഡിവൈഡ് ബൈ 0.00011. ഒരുപാട് ആളുകൾ ഈ ചോദ്യം കാണുമ്പോൾ തന്നെ ഒന്നുകിൽ ഒഴിവാക്കും, അടുത്ത ചോദ്യം ചെയ്യില്ല, ഇത് വേണ്ട അടുത്ത ചോദ്യം ചെയ്യാം. ഇല്ലെങ്കിൽ പലരും എന്താണ് 10⁻⁻ എഴുതും. ഇവിടെ ×10⁻⁻ എഴുതും. ഇല്ലെങ്കിൽ 1 2 3 4 5 0 വെച്ചിട്ടുള്ള സംഭവം വെച്ചിട്ട് മൾട്ടിപ്ലൈ ചെയ്യും. ഇതൊക്കെയാണ് പണ്ട് കുറേ ആളുകൾ ടെക്സ്റ്റ് ബുക്കിലൊക്കെ നമ്മൾ പഠിപ്പിച്ചു വരുന്ന രീതി ഇതായിരുന്നു. പക്ഷേ ഇനി നിങ്ങൾ മനസ്സിലാക്കണമെന്ന് വെച്ചാൽ ഇത് ചെയ്യുന്ന ഒരു പ്രത്യേക ടെക്നിക്ക് ഉണ്ട്. നമുക്ക് മുകളിലും താഴെയും എന്താണ് ദശാംശ സംഖ്യകൾ ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ, ഹരിക്കാൻ വന്നു കഴിഞ്ഞാൽ ഫസ്റ്റ് സ്റ്റെപ്പ് ചെയ്യേണ്ടത് 121 മുകളിൽ ദശാംശമില്ലാതെ, താഴെ എന്താ ഉള്ളത്? 11. ദശാംശമില്ലാതെ ആദ്യം ഉത്തരം കണ്ടുപിടിക്കുക. അതായത് ലോജിക്ക് ഇത്രയേ ഉള്ളൂ. ദശാംശ സംഖ്യകളുടെ ചോദ്യം ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ ദശാംശമില്ലാതെ ഉത്തരം കണ്ടുപിടിക്കുക. 11 ആയിരിക്കും ഉത്തരം. ഈ 11ന്റെ മുകളിൽ എന്തോ ഡെക്കറേഷൻ വരും, ചില 0 ആവാം, പോയിന്റ് ആവാം. ഇനി നിങ്ങൾ ചെയ്യേണ്ട കാര്യത്രേ ഉള്ളൂ, നമുക്ക് ആൻസർ 11 ആയിരിക്കും, അതിൻ്റെ മുകളിൽ പോയിന്റോ 0 എന്തോ വരും. അപ്പോൾ അടുത്ത സ്റ്റെപ്പ് ഫസ്റ്റ് നമ്മൾ ഇങ്ങനെ ചെയ്തതിന് ശേഷം എത്ര ദശാംശം ഉണ്ട് മുകളിലും താഴെ എന്നുള്ളത് ജസ്റ്റ് ഒന്ന് എണ്ണി നോക്കുക. മുകളിൽ എത്ര ദശാംശം ഉണ്ട്? 1 2 3. മുകളിൽ 3 ദശാംശമുണ്ട്,
താഴെ എത്ര ഉണ്ടെന്ന് എണ്ണി നോക്കിയാൽ 1 2 3 4 5 താഴെ 5 എണ്ണം. അതായത് മുകളിൽ 3ഉം താഴെ 5ഉം. എവിടെയാണ് കൂടുതൽ നിങ്ങൾ ആലോചിച്ച് നോക്കി. മുകളിൽ കുറവുണ്ട്, താഴെ കൂടുതലാണ്. നിങ്ങൾ നോക്കിയേ 3ഉം 5ഉം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മുകളിൽ 3 5 പറഞ്ഞാൽ മുകളിലൊരു 2 കുറവുണ്ട്. നിങ്ങൾ ആലോചിച്ച് നോക്കി. താഴെ 5 അല്ലേ, മുകളിൽ 3 ഉണ്ട്. നമ്മൾ ഇവിടെ ഒരു ചൊല്ല് പറയും, എന്താണ്, ഉള്ളവൻ ഇല്ലാത്തവന് കൊടുക്കുക എന്ന് പറയും. ഇതെങ്ങനെയാണ് ചെയ്യുക നിങ്ങൾ ആലോചിച്ച് നോക്കി. 5 ഉണ്ട് താഴെ, മുകളിൽ 3 ഉണ്ട്. എവിടെയാണോ കുറവുള്ളത് അവിടെ കൊടുക്കുക, അത്രേ ഉള്ളൂ. അപ്പം നോക്കിയാൽ 5 ഉള്ളത് മുകളിലല്ലേ 2 കൊടുക്കേണ്ടത്. ആ മുകളിൽ 2 കൊടുക്കാൻ മുകളിൽ 2 പൂജ്യമുള്ള സംഖ്യ അല്ലെങ്കിൽ 100 കൊണ്ട് ഗുണിക്കുക, അല്ലെങ്കിൽ മുകളിൽ 2 പൂജ്യം ചേർത്ത് കൊടുത്താൽ ആൻസർ ആയി എന്ന് പറയാം. വളരെ സിമ്പിൾ അല്ലേ. നോക്കിയേ 121 കിട്ടി. മുകളിൽ 3 താഴെ 5. മുകളിൽ ഒരു 2 കുറവുണ്ട്. 2 കുറവ് ചേർക്കുമ്പോഴാണ് 5ഉം 5ഉം തുല്യമാവുക. മുകളിൽ 2 ചേർത്ത് കൊടുക്കുക എന്ന് പറഞ്ഞാൽ 2 പൂജ്യം ചേർത്ത് കൊടുക്കുക. കൺഫ്യൂഷൻ ഉണ്ടാവും. മേ ബി നിങ്ങളത് ഫസ്റ്റ് ടൈം ചെയ്യുന്ന ആളുകൾക്ക് കൺഫ്യൂഷൻ ഉണ്ടായിരിക്കും. വളരെ ഈസിയാണ്, സാധാരണക്കാരൻ്റെ ലോജിക്കാണ്. വലിയ സംഭവത്തിലൊന്നും പോകേണ്ട ആവശ്യമില്ല. അടുത്തൊരു ക്വസ്റ്റ്യൻ കൂടി ചെയ്യുമ്പോൾ നമുക്കത് ക്ലിയർ ആവും, വ്യക്തമായിരിക്കും. സോ മൈ ഡിയർ ഫ്രണ്ട്സ്, അപ്പോൾ അടുത്ത ക്വസ്റ്റ്യൻ ആണ് 0.36 ഹോൾ ഡിവൈഡ് ബൈ 0.004. മേ ബി നിങ്ങൾക്ക് ചിലപ്പോൾ ചില ആളുകൾക്ക് എളുപ്പമായിരിക്കും, പക്ഷെ തുടക്കക്കാർക്കൊക്കെ പ്രയാസമാണ് ദശാംശസംഖ്യകൾ വന്നു കഴിഞ്ഞാൽ. നമ്മൾ എന്ത് ചെയ്യണതിന്, ഫസ്റ്റ് സ്റ്റെപ്പ് 36/4 ചെയ്യും. 9 ആൻസർ കിട്ടിയതിന് ശേഷം എന്ത് ചെയ്യണം, ഉത്തരം ദശാംശം ഇല്ലാതെ നമുക്ക് 9 കിട്ടിയില്ലേ, 9 വെച്ചിട്ടുള്ള സംഭവമായിരിക്കും. പോയിന്റ് വരാം, 0 വരാം, എന്ത് വേണമെങ്കിലും വരാം. നമ്മൾ ദശാംശം എണ്ണി നോക്കി. 1 2 മുകളിൽ 2 ദശാംശം, താഴെ 1 2 3 ദശാംശം, താഴെ 3 ദശാംശം. 2ഉം 3ഉം ഉള്ളത് എവിടെയാണ് കുറവുള്ളത് നോക്കുക, അവിടെ ചേർത്ത് കൊടുക്കുക, അത്രേ ഉള്ളൂ. എവിടെയാണ് കുറവുള്ളത് നോക്കിയാൽ മുകളിൽ 2 താഴെ 3 അല്ലേ. 2 3 എന്ന് പറയുമ്പോൾ മുകളിൽ 1 കൊടുക്കുക, ഉള്ളവനില്ലാത്തവന് കൊടുക്കുക എന്ന് പറഞ്ഞ പോലെ നമ്മൾ മുകളിൽ 1 കൊടുത്താൽ 2 1 3 3 തുല്യമായി മുകളിൽ 1 കൊടുക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മുകളിൽ തൊട്ടടുത്ത് അല്ലേ ഒരു പൂജ്യം ചേർത്ത് കൊടുക്കുക. അത് മനസ്സിലാക്കിയാൽ മതി. മുകളിൽ 1 അല്ലേ, മുകളിൽ ഒരു പൂജ്യം ചേർത്ത് കൊടുത്തു, 90 ആൻസർ വന്നു. നമുക്ക് അടുത്തൊരു ക്വസ്റ്റ്യൻ കൂടി വളരെ പെട്ടെന്ന് ചെയ്തു നോക്കാം. അപ്പോൾ അടുത്ത ക്വസ്റ്റ്യൻ ആണ് നമുക്ക് എന്താ നോക്കിയത്, 49 × 27. നമുക്ക് പെട്ടെന്ന് ചെയ്യാമല്ലേ. 49 × 27 ഹോൾ ഡിവൈഡ് ബൈ 3 × 4 3 × 4 3 × 7 ദശാംശം ഇല്ലാതെ ചെയ്തു നമ്മളിവിടെ. 7 കട്ട് ചെയ്തു, 7 7 49 7 3 എന്ത് വരും 9 9 3 7 7 9 7 63ന്റെ മുകളിൽ എന്തോ വരും. ഉത്തരം നമുക്ക് പെട്ടെന്ന് കിട്ടില്ലോ. 63ന്റെ മുകളിൽ എന്ത് വരും നമുക്ക് നോക്കുകയാണെങ്കിൽ 1 2 നോക്കി. ഇവിടെ ദശാംശം 1 ഇല്ലെങ്കിൽ 8 ദശാംശം 1 ദശാംശം, ഇവിടെ 2 ദശാംശം, മുകളിൽ 2 താഴെ നോക്കിയാൽ 1 അല്ലേ, 2 3 4 5 മുകളിൽ 2 താഴെ അല്ലേ, മുകളിൽ 2 താഴെ 5. 3 എണ്ണം മുകളിൽ കൊടുത്താൽ മാത്രമേ തുല്യമാവുള്ളൂ. എവിടെയാണോ കുറവുള്ളത് അവിടെ അത്രയും എണ്ണം തുല്യമായിട്ട് ചേർത്ത് കൊടുക്കണം. മുകളിലാവുമ്പോൾ ഒക്കെ നമ്മൾ പഠിച്ചു നോക്കി 3 എണ്ണം അല്ലേ മുകളിൽ ചേർക്കേണ്ടത്. അപ്പോഴല്ലേ 2 3 5 5 തുല്യമാവുള്ളൂ. ഉള്ളവനില്ലാത്തവന് കൊടുക്കുക എന്ന് പറഞ്ഞ പോലെ തുല്യമായി 3 എണ്ണം മുകളിൽ ചേർക്കുക. ആൻസർ ഇതാണ് വരിക. താഴെ ചേർക്കുമ്പോൾ എപ്പോഴാണ് വരിക, താഴെ എങ്ങനെ വരും എന്നുള്ള ചോദ്യങ്ങൾ നിങ്ങൾക്ക് ഡൗട്ട് ഉണ്ടായിരിക്കും. നമുക്ക് അടുത്ത ചെയ്യാൻ പോകുന്നത് ആ ഒരു ക്വസ്റ്റ്യൻ ആണ്. താഴെയുള്ളത് ഇപ്പം മുകളിലുള്ള പോലെ താഴെ കുറവുണ്ടെങ്കിൽ എന്ത് ചെയ്യും. അപ്പോൾ താഴെ കുറവുള്ള കേസിൽ നമ്മൾ 2 ചോദ്യങ്ങളാണ് എഴുതിയിട്ടുള്ളത്. ഇപ്പോൾ ഇത്രയൊക്കെ ഒരു ചോദ്യങ്ങൾ ചെയ്തുകൊണ്ടിരുന്നത് 2 ക്വസ്റ്റ്യൻ ഉണ്ട്. 0.024 1.2 അല്ലേ, കുറച്ച് വലിയ ചോദ്യമൊക്കെയാണ്. ഇതെങ്ങനെ ചെയ്യാമെന്ന് വെച്ച് കഴിഞ്ഞാൽ ആദ്യം നമ്മൾ ഫസ്റ്റ് സ്റ്റെപ്പ് പറഞ്ഞ പോലെ തന്നെ ഇവിടെ 24/12 ചെയ്യുക. ഇവിടെ എന്ത് ചെയ്യണം, ഇവിടെ നോക്കി 24/12 എത്ര വരിക, 2 കിട്ടി, 2ന്റെ മുകളിൽ എന്തോ ഡെക്കറേഷൻ വരും. ഇവിടെ നമുക്ക് എന്ത് വരും, 14 × 6 ഹോൾ ഡിവൈഡ് ബൈ 2 × 3 ചെയ്യുമ്പോൾ എന്താ വരും. ഇവിടെ നോക്കി, ഇവിടെ 2 വെച്ച് കട്ട് ചെയ്തു, 7 3 വെച്ച് കട്ട് ചെയ്തു, 6 നോക്കി 2 7 വെച്ച് കട്ട് ചെയ്തു, പകുതിയാക്കി, 3 2 6 7 2. സോ 14 തന്നെ കിട്ടി. അല്ലെങ്കിൽ വേണ്ട 2 3 6 അങ്ങനെ ചെയ്യാലും മതി കേട്ടോ. അത് പെട്ടെന്ന് നമ്മൾ സ്പീഡിൽ ചെയ്യുമ്പോഴേ നമുക്ക് എന്താ ലോജിക്ക് നിങ്ങൾക്ക് തന്നെ ചെയ്യാം. നോക്കി 2 3 6 അങ്ങനെയും ചെയ്യാം. 14 കിട്ടി. അപ്പോൾ എന്തായാലും നിങ്ങളുടെ ലോജിക്കിൽ ഫോളോ ചെയ്യുക. ഈ ഒരു കട്ട് ചെയ്യണ സംഭവം ഇവിടെ നിങ്ങൾ ഇനി നോക്കേണ്ടത് മുകളിലും താഴെ എത്ര ദശാംശം ഉണ്ടെന്ന് എണ്ണി നോക്കുക. അടുത്ത സ്റ്റെപ്പ് എന്താണ്, മുകളിൽ നിങ്ങൾ ആലോചിക്കുക, മുകളിൽ 3 താഴെ 1. അപ്പോൾ നേരെ മാറിയില്ല. ഇപ്പം ചെയ്ത് നേരെ ഓപ്പോസിറ്റ് ആലോചിച്ചാൽ മതി. എങ്ങനെ ഉണ്ടാവുക വെച്ചാൽ മുകളിൽ 1 താഴെ 1, മുകളിൽ 1 താഴെ 1 ആണെങ്കിൽ താഴെയാണ് ചേർത്ത് കൊടുക്കേണ്ടത്. നേരത്തെ മുകളിൽ ചേർത്ത് കൊടുത്ത പോലെ തന്നെ താഴെ എത്ര എണ്ണത്തിൻ്റെ കുറവുണ്ട് നോക്കി, താഴെ 2 എണ്ണത്തിൻ്റെ കുറവ് കൂടി ഉണ്ട്. അപ്പോഴാണ് തുല്യമാവുക. മുകളിൽ താഴെ തുല്യമാക്കണം. അപ്പോൾ എന്ത് വരും, താഴെ 2 എണ്ണം ചേർത്ത് കൊടുക്കുക. താഴെ 2 പൂജ്യം ചേർത്ത് കൊടുത്താൽ ശരിയാവും. നമ്മൾ മുകളിൽ പൂജ്യം ചേർത്ത് കൊടുത്താൽ ഓക്കെയാണ്, 200 ആയിരുന്നു. താഴെ 0 വരെ ചേർക്കുന്നത്, താഴെ എന്താണ് 100, പൂജ്യമുള്ള നമ്പർ അല്ലേ. മുകളിൽ നമ്മൾ 100 കൊണ്ടാണ് മൾട്ടിപ്ലൈ ചെയ്തുകൊണ്ടിരുന്നത്, അല്ലെങ്കിൽ 0 അല്ലെങ്കിൽ 10 കൊണ്ടൊക്കെ നമ്മൾ മൾട്ടിപ്ലൈ ചെയ്തു. അതേപോലെ താഴെ കുറവുണ്ടെങ്കിൽ താഴെ 0 2 എണ്ണം അല്ലേ, 2 പൂജ്യമുള്ള നമ്പർ 100 ചേർത്ത് കൊടുത്തു. 2/100 നമുക്ക് എല്ലാവർക്കും അറിയാലോ. 2/100 എന്താണ് 0.05.
2 2 ദശാംശ സ്ഥാനം വന്നു. ഇത് മനസ്സിലാവാത്ത ആളുകൾ നമ്മളെ മുന്നത്തെ വീഡിയോ കാണാം, ദശാംശ സംഖ്യകളുടെ വീഡിയോ കാണാം. അതുപോലെ തന്നെ നമ്മളെന്താണ് ഓരോ മാസവും നമ്മളെന്താണ് സൂം ക്ലാസ്സുകൾ ഓൺലൈനായിട്ട് നിങ്ങൾക്ക് കണ്ട് സംസാരിച്ച് ഡൗട്ട് ക്ലിയർ ചെയ്യാം. അപ്പോൾ അങ്ങനത്തെ ക്ലാസ്സുകൾ എല്ലാ മാസവും ഉണ്ട്. താല്പര്യമുള്ള ആളുകളാണെങ്കിൽ താഴെ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ഒരു ഗൂഗിൾ ഫോം കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ആ ഫോം നിങ്ങൾക്ക് ഫില്ല് ചെയ്ത് ക്ലാസ്സിനെ പറ്റിയിട്ടുള്ള കാര്യങ്ങളൊക്കെ അവിടെ ഞങ്ങൾ ഡീറ്റെയിൽസ് നമ്മൾ അറിയിക്കാം. സോ അടുത്ത ക്വസ്റ്റ്യൻ 14 നോക്കി. 14 നമ്മൾ കിട്ടി. താഴെ കുറവുണ്ടെങ്കിൽ താഴെയാണ് ചേർത്ത് കൊടുക്കേണ്ടത്. മുകളിൽ കുറവുണ്ടെങ്കിലോ മുകളിലും ചേർത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു. ഗുണിച്ചു ഇല്ലെങ്കിൽ എന്നാണ് ഹരിക്കുക. മുകളിൽ ചേർത്ത് കൊടുത്ത പോലെ താഴെ. ഇവിടെ നോക്കിയാൽ ഇവിടെ 1 2 3 4 നോക്കി 1 2 3 4 ദശാംശ സ്ഥാനങ്ങൾ കൊടുത്തു. ബൈ 4 ദശാംശ സ്ഥാനം താഴെ 1 2 3 4/3 4/3 ഭിന്നസംഖ്യയായിട്ടല്ല, 4 ദശാംശം 3 ദശാംശം താഴെ നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും. താഴെ ഒരു എണ്ണത്തിൻ്റെ കുറവുണ്ട് അല്ലേ, ഒരു എണ്ണത്തിൻ്റെ കുറവ് താഴെ ഉണ്ട്. അതാണ് അപ്പോൾ എന്ത് വരും, മുകളിൽ 4 താഴെ 3 ആണെങ്കിൽ ഒരെണ്ണം ചേർത്ത് കൊടുക്കുക എന്ന് പറഞ്ഞാൽ ഒരു 0 നമ്പർ, ഒരു 0 ചേർത്ത് കൊടുത്താൽ ശരിയാവോ? മുകളിൽ കൊടുത്ത പോലെ ഇല്ല. 10 കൊണ്ട് 10 ചേർത്ത് കൊടുത്താൽ മതി 1.4. ഈസി അല്ലേ, വളരെ സിമ്പിളാണ്. ഇത് പഠിച്ചു നോക്കാൻ വേണ്ടി നമുക്ക് എന്താണ് മാത്സിൽ ഭയങ്കര സംഭവം. അതുകൊണ്ട് നമുക്ക് എന്താണ് മാത്സ് പഠിക്കേണ്ട ആവശ്യമില്ല. നമുക്ക് ആകെ എന്താ അറിഞ്ഞാൽ മതി, ഇതൊന്ന് ജസ്റ്റ് ഒന്ന് ഹരിക്കാൻ മാത്രം അറിയാം. പിന്നെ എണ്ണാൻ അതിപ്പോൾ എല്ലാ അല്ലേ ആർക്ക് വേണമെങ്കിലും എത്ര ദശാംശം ഉണ്ടെന്ന് എണ്ണാൻ പറ്റും. അപ്പോൾ അത്രത്തോളം വലിയ കോംപ്ലിക്കേറ്റഡ് അല്ല എന്നുള്ളതാണ് ഈ ഒരു കാര്യം. അടുത്തൊരു കേസ് നമുക്ക് നോക്കി നോക്കാം. നെക്സ്റ്റ് ലെവലിൽ ചോദിച്ചു കഴിഞ്ഞാൽ എന്ത് വരും, അടുത്തൊന്ന് നോക്കി നോക്കാം. അപ്പോൾ അടുത്ത ക്വസ്റ്റൻ നമുക്ക് വളരെ പെട്ടെന്ന് ചെയ്യാം. 144/4 നല്ല പോയിന്റ് ഉണ്ടല്ലോ, 0.144/0.4 1.2 × 0.6/0.4 × 0.2. ഇവിടെ നോക്കുമ്പോൾ നമുക്ക് 144 4 കൊണ്ട് ഹരിക്കണം. നമ്മൾ ചെയ്ത് നോക്കില്ല 144 പെട്ടെന്ന് അല്ലേ, നമ്മൾ അതൊന്നും ചെയ്യേണ്ട ആവശ്യം. 4 കൊണ്ട് ഹരിക്കാൻ പകുതിയുടെ പകുതി എടുത്താൽ പോലെ നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞാണ് പകുതിയുടെ പകുതി. എവിടെയാണ് ഇതൊക്കെ ആവശ്യം വരിക, ദശാംശ സംഖ്യകളൊക്കെ നമുക്ക് ആവശ്യം വരും. 144ന്റെ പകുതി 72, 72ന്റെ വീണ്ടും പകുതി 36, 4 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ 2 പ്രാവശ്യം പകുതി എടുക്കുക. 36ന്റെ മുകളിൽ എന്ത് വരും, പോയിന്റ് വരുമോ, 0 വരുമോ, എന്താണ് വരിക? നമ്മൾ നോക്കിയാൽ 1 2 3 3 ദശാംശം മുകളിലും താഴെ 1 ദശാംശം, 3 1 3 1 3 ദശാംശം മുകളും താഴെ 1 ആണെങ്കിൽ താഴെ ഒരു 2 എണ്ണത്തിൻ്റെ കുറവുണ്ട്, താഴെ 2 പൂജ്യത്തിൻ്റെ കുറവുണ്ട്. 0 സംഖ്യ എന്താണ്, 100 അല്ലേ ഉള്ളത്. താഴെ കുറവുണ്ടെങ്കിൽ താഴെ ചേർത്ത് കൊടുക്കുക, മുകളിലാണെങ്കിൽ മുകളിൽ 0 ചേർത്ത് കൊടുക്കുക, അത്രേ ഉള്ളൂ. താഴെ കുറവുണ്ട്, 2 എണ്ണത്തിൻ്റെ കുറവ്, 2 0 ചേർത്ത് കൊടുക്കുമ്പോൾ ആൻസർ എന്താ വരിക എന്ന് വെച്ച് കഴിഞ്ഞാൽ 0.36. ഇത് നമ്മൾ പഠിച്ചിട്ടുള്ളതാണ്. എങ്ങനെ ഇത് 0.36 കിട്ടുക എന്നുള്ളതാണ്. നിങ്ങൾ പഴയ വീഡിയോസൊക്കെ കണ്ടു നോക്കണമെന്നാണ്. 0.36 ആൻസർ കിട്ടി. ഇവിടെ നോക്കിയാൽ ഇവിടെ എന്താ ആൻസർ വരിക, 12 × 6/4 × 2. കട്ട് ചെയ്ത് കളയുമ്പോൾ നോക്കിയാൽ 4 3 2 3 അല്ലേ വരിക, 4 3 12 2 3 6 കിട്ടി. 3 × 3 9. നമ്മൾ ദശാംശം എണ്ണി നോക്കുകയാണ്. നിങ്ങൾ നോക്കിയാൽ താഴെയാണോ മുകളിലാണോ നോക്കുക. നമുക്കിവിടെ ഇവിടെ മുകളിൽ നോക്കി നിങ്ങൾ 1 2 ദശാംശം താഴെയും 1 2 ദശാംശം, മുകളിൽ 2ഉം താഴെ 2ഉം ആണെങ്കിൽ പിന്നെ എന്തിനാണ് ടെൻഷൻ അടിക്കേണ്ട വല്ല കാര്യമുണ്ടോ? മുകളിലും താഴെയും 2 ആണെങ്കിൽ തുല്യമല്ലേ? തുല്യമാണെങ്കിൽ പിന്നെ ഒന്നും ചെയ്യേണ്ട, ആൻസർ അത് തന്നെയാണ്. അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കേണ്ട അടുത്ത പോയിന്റ് ആണ്, മുകളിലാണ് കുറവുണ്ടെങ്കിൽ മുകളിൽ 0 ചേർത്ത് കൊടുക്കുക, താഴെയാണ് കുറവുണ്ടെങ്കിൽ താഴെ 0 ചേർത്ത് കൊടുക്കുക. താഴെ അതേപോലെ 0 നമ്പർ, മുകളിലും താഴെയും ഈക്വൽ ആണ്. ഹരിക്കുമ്പോൾ തുല്യമാണെങ്കിൽ എന്താണ്, ഈക്വാലിറ്റി അല്ലേ. ഈക്വാലിറ്റി എന്ന് പറയുമ്പോൾ എന്താണ്, ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല, ഈക്വൽ ആണ്. ആൻസർ എന്താണ്, 9 തന്നെയാണ് വരിക. അപ്പോൾ നമ്മൾ ലാസ്റ്റ് ക്വസ്റ്റൻ ആണ് 1.44 all divided by 0.12. 144/12 144/12 എന്ത് വരും, 144/12ൻ്റെ ആൻസർ 12 തന്നെയാണ്. 12 ആൻസർ കിട്ടി. ദശാംശം മുകളിൽ 1 2 താഴെ 2, മുകളിലും താഴെയും തുല്യമാണെങ്കിൽ ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല, സെയിം ആൻസർ ആണ്. അപ്പോൾ ഇത്രയും എളുപ്പമാണ് നമ്മുടെ ഈ ഒരു മെത്തേഡ് എന്നുള്ളത്. നിങ്ങൾ ചെയ്ത് നോക്കേണ്ടത് നോക്കി 2 ക്വസ്റ്റൻ ആണ് കമൻറ്റ് ചെയ്യേണ്ടത്. LDC 2011 ചോദിച്ചിട്ടുള്ള ക്വസ്റ്റൻ ആണ് 0.256 1/1.6 എന്ന് പറയും. രണ്ടാമത്തെ ക്വസ്റ്റൻ LDC 2005 ചോദിച്ചാണ് 3.5/0.07. 2 ക്വസ്റ്റൻസും ചെയ്ത് കഴിഞ്ഞിട്ട് നിങ്ങൾ എന്ത് ചെയ്യണം, കമൻറ്റ് ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ നമുക്ക് ഇതുപോലത്തെ വലിയ ചോദ്യങ്ങളൊക്കെ തന്നെ നോക്കിയിട്ട് നമുക്ക് എന്താണ് ഒറ്റ സ്റ്റെപ്പിൽ പറയാം, ആൻസർ ഇത്രേ ഉള്ളൂ എന്ന് പറയാം. ഇതെങ്ങനെ പോസിബിളാണ്? ഇത്തരം കാര്യങ്ങൾ സ്ഥിരമായിട്ട് മത്സര പരീക്ഷയ്ക്ക് ചോദിക്കുന്ന കാര്യങ്ങൾ നമ്മൾ സിമ്പിളാക്കിയിട്ട് ഇതുപോലെ നേരത്തെ പറഞ്ഞ പോലെ കണക്കിനെ മെരുക്കിയെടുക്കാൻ പോവുകയാണ്. അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ട കാര്യം ഇത്രയേ ഉള്ളൂ. ഇപ്പോൾ ഒന്നും നോട്ടിൽ എഴുതണ്ട. ഇപ്പോൾ ഇവിടെ നോക്കിയിരിക്കുക, കൺസെപ്റ്റ് പറയുന്നത് കൃത്യമാക്കുക. PSC വിവിധ മത്സര പരീക്ഷകൾക്ക് സ്ഥിരമായിട്ട് ചോദിച്ചിട്ടുള്ള കാര്യമാണിത്. ഇത് ശരിക്കും ഒരുപാട്
രീതിയിൽ ചെയ്യാം. പക്ഷെ നമുക്കെന്താണ് ഒറ്റ സ്റ്റെപ്പിൽ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ നോക്കിയിട്ട് എങ്ങനെ ചെയ്യാം എന്നുള്ളത് നമുക്ക് നോക്കാം. ഫസ്റ്റ് മനസ്സിലാക്കേണ്ട ദശാംശ സംഖ്യകളുടെ സ്ഥിരമായിട്ട് വരുന്ന ഒരു ചോദ്യമാണ് ഞാനിവിടെ എടുത്തിട്ടുള്ളത്. ഇത് ചെയ്യാൻ വേണ്ടി നിങ്ങൾ വേണമെങ്കിൽ 1000 ആയാലും വലിയ നമ്പർ കൊണ്ടൊക്കെ ഡിവൈഡ് ചെയ്യുക, അല്ലെങ്കിൽ പല മെത്തേഡുകളുണ്ട്. അപ്പോൾ അതിൻ്റെ ഒന്നും ആവശ്യം ഇവിടെ ഇല്ല. നിങ്ങൾ ചെയ്യേണ്ടത്രേ ഉള്ളൂ, ഈ 125 അല്ലേ ഉള്ളിലുള്ളത്, അതാണ് സ്റ്റെപ്പ് 1. സ്റ്റെപ്പ് 1 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റൂട്ടിൻ്റെ ഉള്ളിലുള്ള സംഖ്യ എടുക്കുക. എത്ര റൂട്ടിനുള്ള സംഖ്യ നിങ്ങൾ നോക്കിയാൽ മനസ്സിലാവും, 125. ഈ 125ൻ്റെ ക്യൂബ് റൂട്ടാണ് ചോദിച്ചിട്ടുള്ളത്. നിങ്ങൾ മനസ്സിലാക്കണം, ഈ വലിയ സംഖ്യ അവിടെ നിൽക്കട്ടെ, പോയിന്റുള്ളതൊന്നും നിങ്ങൾ നോക്കണ്ട. ഈ ക്യൂബ് റൂട്ട് 125ൻ്റെ ക്യൂബ് റൂട്ട് എത്രയാണ്? 5 ആണ്. 5 അത് നിങ്ങൾക്ക് പഠിച്ചു വെക്കേണ്ട കാര്യം 1 to 5 അല്ലെങ്കിൽ 1 to 10 ക്യൂബ് റൂട്ട് പഠിച്ചു വെക്കേണ്ടത് ആവശ്യമാണ്. നമ്മൾ തന്നെ ടെലിഗ്രാം ചാനൽ നമ്മൾ കൊടുത്തിട്ടുണ്ടായിരുന്നു, പഠിക്കാൻ വേണ്ടിയിട്ടൊരു ഹോംവർക്ക് കൊടുത്തിട്ടുണ്ടായിരുന്നു ഈ വീഡിയോയുടെ തൊട്ട് മുന്നേ. അപ്പോൾ നിങ്ങൾ ഫസ്റ്റ് സ്റ്റെപ്പ് എന്താണ് ആലോചിച്ച് നോക്കിയാൽ, ഫസ്റ്റ് സ്റ്റെപ്പ് എന്താണ്? ദശാംശം ഒന്നും ആലോചിക്കേണ്ട, ക്യൂബ് റൂട്ട് 125. 5 അല്ലേ, 5നെ 3 പ്രാവശ്യം ഗുണിച്ചാണ് 125. അപ്പോൾ ക്യൂബ് റൂട്ട് 125 5 കിട്ടിയതിന് ശേഷം എത്ര ദശാംശം ഉണ്ടെന്ന് എണ്ണി നോക്കി. 1 2 3 4 5 6. 6 മുകളിൽ എഴുതി വെക്കുക. അപ്പോൾ അടുത്ത സ്റ്റെപ്പ് എന്താണ്? എത്ര ദശാംശമുണ്ടോ അത് മുകളിൽ എഴുതി വെക്കുക. ശരിക്കും 6 നോക്കി, 6ൻ്റെ താഴെയല്ലേ 3 കിടക്കുന്നത്. അത് 6ൻ്റെ താഴെ ഒരു വര കൂടി ഉണ്ട്, അത് കൃത്യമായിട്ട് മനസ്സിലാക്കുക. 6ൻ്റെ താഴെ ഒരു വര ഇട്ടിട്ട് 3 ഇട്ടാൽ എന്താണ്? 6/3 ഇങ്ങനെയല്ലേ അതിലുള്ളത്. 6/3 എന്താ ശരിക്കും? 2 അല്ലേ. അപ്പോൾ 2 ദശാംശ സ്ഥാനമുണ്ടെന്ന് മനസ്സിലാക്കുക. എന്തിനാണ്? 5ന് 2 ദശാംശ സ്ഥാനം ഉണ്ടെങ്കിൽ എന്തായിരിക്കും ഉത്തരം വരിക? ഇതായിരിക്കും ഉത്തരം വരിക. അപ്പോൾ ഇത്രയേ ഉള്ളൂ ആൻസർ. അപ്പോൾ ഞാൻ ഒന്നുകൂടി ഇതിൻ്റെ ഒരു സ്റ്റെപ്പ് മെത്തേഡ് ഞാൻ പറഞ്ഞു തരാം. നിങ്ങൾക്കിത് കൺഫ്യൂഷൻ ആവേണ്ട ഒരു കാര്യമില്ല. നിങ്ങൾ എന്ത് ചെയ്താൽ മതി, ഇവിടെ ഫസ്റ്റ് ചെയ്യേണ്ടത് റൂട്ടിനുള്ളിലെ നമ്പർ എന്താണ്, ആരാണ് റൂട്ടിനുള്ളിൽ കയറിയിരിക്കുന്നത്. ഇവിടെ റൂട്ടിനുള്ളിൽ കയറിയിരിക്കുന്നത് 125 ആണ്. 125ൻ്റെ ക്യൂബ് റൂട്ട് എത്രയാണ്? 125ൻ്റെ ക്യൂബ് റൂട്ട് എന്ന് പറയുന്നത് 5 ആണ്. ഫസ്റ്റ് സ്റ്റെപ്പ് എഴുതി വെച്ചു. 6 ദശാംശമുണ്ട്, 6/3 ആണ്. 6/3 2 അല്ലേ. 6/3 2 ആണെങ്കിൽ 5ന് 2 ദശാംശ സ്ഥാനം ചേർത്ത് കൊടുക്കണം. 5ന് 2 ദശാംശ സ്ഥാനം ചേർക്കുമ്പോൾ എങ്ങനെയാണ്? ശരിക്കും 5ന് 1 ദശാംശ സ്ഥാനമാണെങ്കിൽ എന്താ വരിക? 0.5 ഇങ്ങനെയല്ലേ, 0.5. 5ന് 2 ദശാംശ സ്ഥാനമാണെങ്കിൽ 0.05. 5ന് 3 ദശാംശ സ്ഥാനമാണെങ്കിൽ എന്ത് വരും? 0.1 അല്ലേ. 3 സ്ഥാനം വരും. നോക്കിയേ, 3 ദശാംശ സ്ഥാനം. ഇത് മനസ്സിലാക്കേണ്ടത് ബേസിക് അറിയാത്ത ആളുകൾക്ക് വേണ്ടിയിട്ടാണ് ഇപ്പോൾ പറഞ്ഞിട്ടുള്ളത്. അടുത്ത ക്വസ്റ്റ്യൻ നിങ്ങൾ ചെയ്യുമോ? അതായത് ഞാൻ ഈ വീഡിയോ പ്രീമിയർ ആയിട്ടൊക്കെ ഇടുന്നതാണ്. നിങ്ങൾക്ക് വേണമെങ്കിൽ കമൻറ്റൊക്കെ ഒന്ന് ചെയ്തിട്ട് ലൈവ് പോലെ ഇൻറ്ററാക്ട് ചെയ്യാം. അടുത്തൊരു ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ കാണിക്കാം. അപ്പോൾ ഇനി വളരെ എളുപ്പത്തിൽ നിങ്ങൾക്കും ഇനി ചോദ്യം ചെയ്യാം, വലിയ പ്രയാസമൊന്നുമില്ല. എന്ത് ചെയ്താൽ മതി, ഇവിടെ ദശാംശ സ്ഥാനം ഇല്ലാതെ 64ൻ്റെ ക്യൂബ് റൂട്ട് എത്രയാണ്? 64ൻ്റെ ക്യൂബ് റൂട്ട് എന്ന് പറയുന്നത് 5 ആണോ 4 ആണോ 6 ആണോ? ചിലപ്പോൾ നിങ്ങൾ 8 മനസ്സിലാക്കുക. 8 അല്ല, 8 64. 4നെ 3 പ്രാവശ്യം ഗുണിക്കുക. 4നെ 3 പ്രാവശ്യം ഗുണിച്ചതാണ് 64, അല്ലെങ്കിൽ 64ൻ്റെ ക്യൂബ് റൂട്ട് 4 ആണ്. എത്ര സ്ഥാനമുണ്ടെന്ന് എണ്ണി നോക്കിയേ. എത്ര സ്ഥാനമുണ്ട്? 1 2 3 4 5 6. 6/3 2 സ്ഥാനം. 4ന് 2 സ്ഥാനം. ആൻസർ ആയല്ലോ, ആയി. എളുപ്പത്തിൽ നമുക്ക് ആൻസർ കിട്ടി. അപ്പോൾ ഇതുപോലെയാണ് നിങ്ങൾ ഇനി അടുത്തടുത്ത ക്വസ്റ്റ്യൻ ചെയ്യേണ്ടത്. നിങ്ങൾ എന്ത് ചെയ്താൽ മതി, ഇനി നിങ്ങൾക്ക് നോട്ട് എടുക്കാം. നേരത്തെ പറഞ്ഞ പോലെ ഇപ്പം നമ്മളിതിൻ്റെ ഒരു കൺസെപ്റ്റ് പഠിച്ചു, മനസ്സിലാക്കി, കൃത്യമായിട്ട് എന്താണ് ഇതെങ്ങനെയാണ് ഇതിൻ്റെ ഒരു ലോജിക്ക് എന്ന് മനസ്സിലാക്കി. ഇനി വരുന്ന കാര്യങ്ങൾ നിങ്ങൾക്ക് എന്താണ് കൃത്യമായിട്ട് ഞാൻ ചെറിയ ക്വസ്റ്റ്യൻസ് തരും, അത് കൃത്യമായിട്ട് ആൻസർ നോട്ടിൽ എഴുതി വെക്കാം. അപ്പോൾ ഡിഫറെൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസൊക്കെ നിങ്ങൾക്ക് ഇവിടെ കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് വേണമെങ്കിൽ വീഡിയോ പോസ്റ്റ് ചെയ്ത് നോക്കാം, കമൻറ്റ് ചെയ്യാം. എന്തായാലും നമുക്കിവിടെ ക്വസ്റ്റ്യൻസിലേക്ക് പോവാം. ഫസ്റ്റ് ഇതിൽ കൊടുത്തിട്ടുള്ളത് 3 ദശാംശമുള്ളൂ. പക്ഷേ അതിന് മുന്നേ നമുക്ക് ഉത്തരം കണ്ടുപിടിക്കേണ്ടത് ഇവിടെ 27 എന്ന് പറയുന്നത് എന്തിൻ്റെ ക്യൂബ് റൂട്ടാണ്, അല്ലെങ്കിൽ എന്തിനെ 3 പ്രാവശ്യം ഗുണിച്ചതാണ് 27. 3 × 3 × 3 3 9 27. 3 കിട്ടിയ ആൻസർ എത്ര ദശാംശം ഉണ്ടെന്ന് നമ്മൾ എണ്ണി നോക്കി. മുകളിൽ 3 എഴുതി വെച്ചു. നോക്കി, 1 2 3 3 ദശാംശം എഴുതി വെച്ചില്ലേ, ശരിയല്ലേ? 3 എണ്ണം. 3/3 ഒരു സ്ഥാനം മാത്രമേ ഉള്ളൂ. ഒരെണ്ണം ഞാൻ പറഞ്ഞില്ലേ, ഒരെണ്ണം ഉണ്ടെങ്കിൽ 0.3 ആണ്. 2 ഉണ്ടെങ്കിൽ 0.03 അങ്ങനെ എഴുതി വെക്കാം. അപ്പോൾ എന്തായാലും ഇവിടെ നമുക്ക് എത്ര ദശാംശം ഉണ്ട്? ഇവിടെ കുറേ ഉണ്ട്, 1 2. അപ്പോൾ 729 എന്തിൻ്റെയാണ്? സ്റ്റെപ്പ് 1 മറക്കരുത്. സ്റ്റെപ്പ് 1 എന്താണെന്ന് ഒന്നുകൂടി ആലോചിച്ച് നോക്കി. നിങ്ങൾ ആലോചിച്ചിട്ട് ഒന്നുകൂടി പറഞ്ഞു നോക്കി. ക്യൂബ് റൂട്ട് 729 എന്തിൻ്റെതാണ്? അതായത് ഞാൻ നിങ്ങളോട് പഠിക്കാൻ വേണ്ടി ടെലിഗ്രാമിൽ, നമുക്കെന്നെ ടെലിഗ്രാം ചാനലുണ്ട്, EDU ഓൺ ലേണിംഗ്. നിങ്ങൾ EDU ഓൺ സെർച്ച് ചെയ്ത് നോക്കുക. കിട്ടിയിട്ടില്ലെങ്കിൽ ജസ്റ്റ് ലേണിംഗ് എന്ന് സെർച്ച് ചെയ്ത് നോക്കുക. അതിൽ നമ്മൾ കൊടുത്തിട്ടുണ്ടായിരുന്നു 1 മുതൽ 10 വരെ ക്യൂബ് പഠിക്കാൻ വേണ്ടിയിട്ട്.
5ൻ്റെ ക്യൂബ് 125, 6 നിങ്ങൾ എഴുതിയിട്ടുണ്ടെങ്കിൽ മനസ്സിലാവും, എഴുതി വെച്ച് വേണമെങ്കിൽ 6ൻ്റെ ക്യൂബ് 216, 7 343, 8 512, 9 729, 9 എഴുതി വെച്ചു. എത്ര സ്ഥാനമുണ്ട്? 1 2 3 4 5 6, 6/3 2 സ്ഥാനം, 1 2 സ്ഥാനം. ആൻസർ ആയല്ലോ. അപ്പോൾ എത്ര ദശാംശം ഉണ്ടെന്ന് എണ്ണി നോക്കിയിട്ട് വേണം ചെയ്യാൻ. അപ്പോൾ ഒന്നുകൂടി പറയാം, ക്യൂബ് പഠിച്ചു വെക്കണം. 9ൻ്റെതാണ് 729. 9 729 ആണെങ്കിൽ എത്ര ദശാംശമുണ്ട്? ഇവിടെ 6 ഉണ്ട്. 6/3 2 ഉള്ളത്. 6/3 കൃത്യമായിട്ട് മനസ്സിലാക്കുക, 2. ഈ 2 എന്ന് പറയുമ്പോൾ 2 ദശാംശ സ്ഥാനം ഉണ്ടാവും 9-ന്. 9-ന് 1 ദശാംശ സ്ഥാനം കൊടുത്താൽ 0.9 ആണ്. 9-ന് 2 ദശാംശ സ്ഥാനം കൊടുത്തു കഴിഞ്ഞാൽ 0.09. അടുത്തത് നമുക്ക് നോക്കി നോക്കാം, 1000-ൻ്റെയാണ്. ഇവിടെ കുറച്ച് പോയിന്റ് ഇല്ലാത്ത കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇവിടെ. അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കണം, പോയിന്റ് ഇല്ലെങ്കിൽ പിന്നെ അതിനനുസരിച്ച് ചെയ്യേണ്ട ആവശ്യമില്ല, പോയിന്റ് ഉണ്ടെങ്കിൽ. അപ്പോൾ ഈ പോയിന്റ് എടുത്ത് നോക്കാം ആദ്യം. ഇവിടെ എന്ത് വരും? 8 എന്ന് പറയുന്നത് എന്തിൻ്റെയാണ്? 2-ൻ്റെ അല്ലേ. 2-ന് എത്ര ദശാംശ സ്ഥാനം വേണ്ടി വരും നോക്കിയാൽ? 1 2 3, 3/3 നോക്കിയാൽ 1 2 3 അല്ലേ. 3/3 1 ദശാംശ സ്ഥാനം, അപ്പോൾ 0.2 ആണ്. ഒന്നുകൂടി പറയാം, 8 എന്ന് പറഞ്ഞാൽ 2-ൻ്റെ ആണല്ലോ. എത്ര ദശാംശം ഉണ്ട് എണ്ണി നോക്കി? 1 2 3, 3/3 1 ദശാംശം, അപ്പോൾ ശരിയാണ്, 0.2 തന്നെയാണ്. ഇനിയിപ്പോൾ 1000 എന്താ? 1000 നിങ്ങൾക്ക് അറിയാമല്ലോ, നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവും. 10. അപ്പോൾ 10ഉം 0.2ഉം കൂട്ടിയാൽ 10.2 ആൻസറായി. കൃത്യമായിട്ട് കിട്ടിയല്ലോ, വലിയൊരു കുഴപ്പവും കൺഫ്യൂഷനൊന്നുമില്ല. ഇനി ഞാൻ ചെറിയതായിട്ട് ചേഞ്ച് വരുത്തുകയാണ്. ക്വസ്റ്റിൽ എനിക്ക് ഇഷ്ടമുള്ള പോലെ ചേഞ്ച് ഞാൻ വരുത്തി. ഇവിടെ ചേഞ്ച് ഇത്രയേ ഉള്ളൂ. ക്യൂബ് റൂട്ട് ഓഫ് നിങ്ങൾക്ക് അറിയണമെന്നോട്ടെ 0.512 എന്ത് വരും? 512 എന്ന് ഞാൻ എൻ്റെ ആൻസറിലേക്ക് മാറ്റി വയ്ക്കുകയാണ്. എന്തായിരിക്കും ആൻസർ വരിക? 512 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കുന്നത് 8-ൻ്റെയാണ്. എത്ര ദശാംശമുണ്ട്? 1 2 3, 3/3 1 സ്ഥാനം, 1 ദശാംശ സ്ഥാനം 0.8 വരും. അപ്പോൾ ഇതാണ് കൃത്യമായിട്ട് ഇതിൻ്റെ ലോജിക്ക് നിങ്ങൾ മനസ്സിലാക്കുക. ഇതുമായിട്ട് ബന്ധപ്പെട്ട ക്വസ്റ്റ്യൻസ് നമ്മൾ ഈ ഒരു ടെലിഗ്രാം ചാനൽ നേരത്തെ പറഞ്ഞതിൽ നമ്മൾ പ്രൊവൈഡ് ചെയ്യും. നമ്മുടെ ടെലിഗ്രാം ചാനലിൻ്റെ പ്രത്യേകത എന്താണ്? എല്ലാ ശനിയാഴ്ചയും നമ്മൾ റിവിഷനും ഞായറാഴ്ച എക്സാംസൊക്കെ നടത്തുന്നുണ്ട്. അപ്പോൾ ടെലിഗ്രാമിൽ കൂടുതലായിട്ട് നിങ്ങൾ എന്താണ് ഫോക്കസ് ചെയ്ത് പഠിക്കുകയാണെങ്കിൽ ഒരുപാട് ഇൻഫർമേഷൻസ് നമ്മൾ ഫ്രീ ഓഫ് കോസ്റ്റ് ഫ്രീ എഡ്യൂക്കേഷൻ്റെ ഭാഗമായിട്ട് നമ്മൾ ടെലിഗ്രാമിൽ ചെയ്തു കൊണ്ടുവരുന്നുണ്ട്. ഇനി നമുക്ക് പഠിക്കേണ്ട കാര്യം, നമ്മളിപ്പോൾ കുറച്ച് കാര്യങ്ങൾ മനസ്സിലാക്കി. എന്താ പഠിച്ചിട്ടുള്ളത്? കണക്കെന്ന് പറയുന്നത് ഒരു വലിയൊരു ബാലികേറാമലയല്ല, അല്ലെങ്കിൽ കണക്കിനെ മെരുക്കി എടുക്കുക എന്നുള്ളത് വലിയൊരു പാടുള്ള കാര്യമല്ല നമുക്ക് മനസ്സിലായി. കാരണം ഇത്രയൊക്കെ ഉള്ളൂ, ചെറിയ ചെറിയ കാര്യങ്ങൾ. ഇതൊക്കെ ടിപ്സ് നിങ്ങൾ മനസ്സിലാക്കുകയാണെങ്കിൽ ഈസി ആയിട്ട് സോൾവ് ചെയ്യും. ഇതെങ്ങനെ സത്യത്തിൽ ചെയ്യാമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, പലരും ചെയ്യുന്നൊരു കാര്യം, ഈ പോയിൻ്റ് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് ഇവിടെ 1 2 3 ഇവിടെ 1000 ആക്കും. ഇങ്ങനെയാണ് ചെയ്യുക. 1000 ആക്കിയതിന് ശേഷം നമ്മളെ മെത്തേഡ് അല്ലാത്ത മെത്തേഡ് തന്നെ പറഞ്ഞു, കൺവെൻഷണൽ ടെക്സ്റ്റ് ബുക്കിലുള്ള മെത്തേഡ് എന്താണ്? ഇങ്ങനെ ആക്കും. 512 8ആണ്, 1000-ൻ്റെ 10ആണ്. സ്റ്റെപ്പ് കൂടിയല്ലോ. 8/10 0.8. നമുക്കിതിൻ്റെ ആവശ്യമൊന്നുമില്ലല്ലോ. നമുക്ക് സ്റ്റെപ്പ് ഒന്നും വേണ്ട ആവശ്യമില്ല. 0.512 എന്ന് കണ്ടാൽ തന്നെ 8ആണ്. 8-ന് 3/3 1 ദശാംശ സ്ഥാനം, സിംഗിൾ സ്റ്റെപ്പിൽ ആൻസറായി. ക്യൂബ് റൂട്ടിൽ അടുത്തൊരു ക്വസ്റ്റ്യൻ തരാം. കുറച്ചൊരു ലെങ്തി ആയിട്ടുള്ള ക്വസ്റ്റ്യനാണ്. സ്ഥിരമായിട്ട് സിംഗിൾ ആയിട്ടുള്ളതല്ല കാണുന്നത്. ഇവിടെ കുറച്ച് 2 നമ്പറുകളൊക്കെ കാണുന്നുണ്ട്. അപ്പോൾ അത് ചെയ്യാൻ വേണ്ടി നിങ്ങൾ ചെയ്യേണ്ടത് വെച്ചാൽ ഇതിൻ്റെ സെപ്പറേറ്റ് കണ്ടുവയ്ക്കുക. അതാണ് ചെയ്യേണ്ടത്. ഇത്ര സെപ്പറേറ്റ് വരിക. 27-ൻ്റെ ക്യൂബ് റൂട്ട്. 27-ൻ്റെ ക്യൂബ് റൂട്ട് എത്രയാണ്? 3 × 3 × 3 3 9 27. അപ്പം 3ആണ് 27-ൻ്റെ കിട്ടി. 216 എത്രയാണ്? നമ്മളൊരു കാൽക്കുലേഷൻ പഠിച്ചു വെക്കേണ്ട ആവശ്യമാണ്. 10 വരെ ക്യൂബ് റൂട്ട് പഠിച്ച ആൾക്ക് അറിയുണ്ടാവും. 6 6 36 × 6 216. 6-ൻ്റെ ക്യൂബാണ്. അപ്പോൾ എന്താ വരിക ഇവിടെ? 6 3 18 വന്നില്ലേ? 3 6 18. ദശാംശം എണ്ണി നോക്കുക. 1 2 3 4 5 6 6. 1 2 3 4 5 6 6 ദശാംശ സ്ഥാനമാണെങ്കിൽ 6/3 2. ഇവിടെ നിങ്ങൾക്ക് ചോദ്യങ്ങൾ ചോദിക്കാം. ചിലപ്പോൾ ഇങ്ങനെ വരില്ലേ സാർ എന്ന് ചോദിക്കാം. അതായത് ക്യൂബ് റൂട്ട് വന്നിട്ട് നിങ്ങൾ ചോദിക്കുകയാണ്, ഒരു ക്വസ്റ്റ്യൻ ചോദിക്കുകയാണ്. അതായത് 0.00 ഒരു 27 ചോദിക്കുകയാണ്. 27 ചോദിക്കുമ്പോൾ ഒരു പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇവിടെ ശരിക്കും നോക്കി 27 നമുക്ക് കിട്ടിയിട്ടോ ആൻസർ. ഇവിടെ 27 3 കിട്ടി, ക്യൂബ് റൂട്ടാണ്. പക്ഷെ ഇവിടെ ഒരു കുഴപ്പമുണ്ട്. 4/3 ഉള്ളത്. 1 2 3 4.
ഇങ്ങനൊരു ചോദ്യം വരാൻ സാധ്യതയില്ല. അങ്ങനെ ഒന്ന് വന്നാൽ തെറ്റാണ്, ഉത്തരമില്ല എന്നുള്ളതാണ്. പിന്നെ നമ്മളെന്താണ് താഴെ വീണ്ടും ഇങ്ങനെയൊക്കെ വരേണ്ടി വരും. അതൊക്കെ അത്രയ്ക്കൊന്നും ആ ലെവലിൽ ചോദിക്കില്ല. അപ്പോൾ ഇങ്ങനെ ഒരു ചോദ്യം കൃത്യമായിട്ട് നമുക്ക് ഡിവൈഡ് ചെയ്യാൻ പറ്റുന്ന സംഖ്യകളായിരിക്കും തരുന്നുണ്ടാവുക. അത് ഏത് എക്സാമിന്, ഏത് PSC മാത്രമല്ല, ഞാനിപ്പോൾ ഇതിൽ കാണിച്ചതൊക്കെ SSCയുടെ ക്വസ്റ്റ്യൻസൊക്കെ കാണിച്ചിട്ടുണ്ട്. കാരണം ഇപ്പോഴത്തെ PSC എക്സാമിന് ഹൈ ലെവലിലെ ക്വസ്റ്റ്യൻസൊക്കെ ചോദിക്കുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെ കൃത്യമായിട്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റാത്ത നോക്കി 4/3 കിട്ടില്ലല്ലോ. അപ്പോൾ അങ്ങനെ ചോദ്യങ്ങളൊന്നും വരില്ല എന്ന് മനസ്സിലാക്കി വെക്കാം. അപ്പോൾ എന്തായാലും അടുത്തൊരു ക്വസ്റ്റ്യൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാനിവിടെ തരുന്ന ക്വസ്റ്റ്യൻ എത്രയേ ഉള്ളൂ, പോയിൻ്റ് നിങ്ങൾക്ക് സ്ക്രീനിൽ കാണാമെന്ന് വിചാരിക്കണം. 0.064 എന്തായിരിക്കും ആൻസർ വരിക? നിങ്ങൾക്ക് എന്നെ ഒന്ന് പറഞ്ഞു നോക്കാം ഇതിൽ ആൻസറിൻ്റെ ഒരു ലോജിക്ക് എന്താണെന്നുള്ളത്. ഇവിടെ 64ൻ്റെ ഇവിടെ ക്യൂബ് റൂട്ട് ഉണ്ടോ ഇല്ലേ? സോ മൈ ഡിയർ ഫ്രണ്ട്സ്, നിങ്ങൾ നോക്കേണ്ട കാര്യം, എൻ്റെ സുഹൃത്തുക്കൾ നിങ്ങൾ നോക്കേണ്ട കാര്യം എന്താണ്, ഇവിടെ പോയിൻറ്റിൻ്റെ മുന്നിലൊന്നും ഇവിടെ ക്യൂബ് റൂട്ടില്ല. റൂട്ട് വരുമ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞ കാര്യമാണ്, റൂട്ട് വരുമ്പോൾ എങ്ങനെ ചെയ്യാനുള്ളല്ലോ, നേരത്തെ ക്യൂബ് റൂട്ട് പറഞ്ഞു. ഇവിടെ നോക്കിയാൽ റൂട്ട് വരുമ്പോൾ എന്ത് ചെയ്യും? ശരിക്കും നിങ്ങൾ എപ്പോഴും മനസ്സിലാക്കണമെന്ന് വെച്ചാൽ ക്യൂബ് റൂട്ട് 3 ആണെങ്കിൽ റൂട്ട് ശരിക്കും ഇവിടെ 2 ആണ്. അപ്പോൾ ഒന്നുകൂടി പറഞ്ഞുതരാം, റൂട്ട് എന്ന് പറഞ്ഞാൽ എപ്പോഴും എന്ത് മനസ്സിലാക്കിയാൽ മതി, നിങ്ങളിവിടെ 2 ആണെന്ന് ജസ്റ്റ് മനസ്സിലാക്കി വയ്ക്കുക. എങ്ങനെ 2 മനസ്സിലായത്? 2 പ്രാവശ്യം ഗുണിച്ചപ്പോഴല്ലേ ഇത് കിട്ടിയത്. 3 പ്രാവശ്യമാണെങ്കിൽ ക്യൂബ് റൂട്ടിന് 3 വരും. അപ്പോൾ ഇവിടെ സ്ഥാനങ്ങൾ നിങ്ങൾ മനസ്സിലാക്കണം. ഒപ്പം തന്നെ റൂട്ട് പഠിച്ചു വയ്ക്കുക. 64ൻ്റെ റൂട്ട് എത്രയാണ്? 4 ആണോ 8 ആണോ? ഇവിടെ കൺഫ്യൂഷൻ ആവരുത്. അപ്പോൾ ഞാൻ ഒന്നുകൂടി പറയാം, 64ൻ്റെ ക്യൂബ് റൂട്ട് നമ്മൾ നേരത്തെ പഠിച്ചു. എന്താ ക്യൂബ് റൂട്ട് എന്ന് പറഞ്ഞാൽ 3 പ്രാവശ്യം ഗുണിക്കേണ്ടതാണ്. അപ്പോൾ 4 × 4 × 4, അപ്പോൾ 4 അല്ലേ വരിക ആൻസർ നമ്മൾ നേരത്തെ ചെയ്തത്. സ്ക്വയർ റൂട്ട് 64 എന്ന് വെച്ചാൽ 2 പ്രാവശ്യം ഗുണിച്ചതാണ്. ഏത് സംഖ്യയിൽ 2 പ്രാവശ്യം ഗുണിച്ചപ്പോൾ 64 ആയത്? 8. 8 × 8, അപ്പോൾ ആൻസർ എത്ര ഇതിൻ്റെ? 8 അല്ലേ? ശരിയാണല്ലോ, സിമ്പിളായിട്ട് നമുക്ക് ആൻസറായി. ഇനി നിങ്ങൾ നേരത്തെ സെയിം കൺസെപ്റ്റ് ഇവിടെ അപ്ലൈ ചെയ്യാം. എന്താ കൺസെപ്റ്റാണ് നിങ്ങളിവിടെ അപ്ലൈ ചെയ്യേണ്ടത്? എത്ര ദശാംശാനുണ്ട്? 4. 1 2 3 4, 4 എണ്ണം എഴുതി. ഇവിടെ 4/, എത്രയുള്ളത്? 4/, എന്ത് ഇവിടെ കാണുന്നുണ്ട്? 2. 4/2, 2 ദശാംശ സ്ഥാനം. അപ്പോൾ ഞാൻ പറഞ്ഞു, ഏത് സംഖ്യയ്ക്കും 2 ദശാംശ സ്ഥാനം കൊടുക്കണമെങ്കിൽ ഒരു 0 കൂടി ഇങ്ങനെ വേണം കൊടുക്കാൻ. ഇതൊക്കെ നമ്മൾ ചെറിയ ക്ലാസ്സുകളിൽ പഠിച്ചിട്ടുള്ളതാണ്. അപ്പോൾ 2 ദശാംശ സ്ഥാനം നമ്മളായി, ആൻസറായി. ഒന്നുകൂടി നമുക്കിവിടെ ലാസ്റ്റ് എനിക്ക് തോന്നുന്നു ബേസിക്കായിട്ട് നമ്മൾ പഠിക്കുന്ന ഒരുപാട് ആളുകൾ നമ്മുടെ ചാനലുണ്ട്. അപ്പോൾ അതുകൊണ്ട് നമ്മളിങ്ങനെ പെട്ടെന്ന് പറയാതെ തുടക്കത്തിലെ വീഡിയോ, ഇനി നെക്സ്റ്റ് വരുന്ന വീഡിയോയിലൊക്കെ നമുക്ക് സ്പീഡിലൊക്കെ പറയാം. അപ്പോൾ എന്തായാലും റൂട്ട് കണ്ടുപിടിക്കാൻ വേണ്ടി 64 8 ആണ്, 64 8 ആണ്. 4 1 2 3 4 ദശാംശം, 4/2 2, 2 ദശാംശം എഴുതി വെച്ചു. ഞാൻ റാൻഡമായിട്ട് ഇവിടെ ഒരു ക്വസ്റ്റ്യൻ എഴുതുകയാണ്. റൂട്ട് ഓഫ്, നിങ്ങൾക്ക് കമൻറ്റ് ചെയ്യാം വീഡിയോ കാണുന്ന ആളുകൾക്ക്. റൂട്ട് ഓഫ് ഇവിടെ പോയിൻ്റ് ചെറിയ സംഖ്യ ആയിക്കോട്ടെ, വലിയ ലെവലിക്കൊന്നും പോകണില്ല. ഞാനിവിടെ എഴുതുന്നു. ഇവിടെ പോയിൻ്റ് എന്ത് വരുന്നു വെച്ച് കഴിഞ്ഞാൽ 81 എഴുതി. ഒരു ക്വസ്റ്റ്യൻ ഇവിടെ 81 ഉണ്ട്. നിങ്ങൾക്ക് ചെയ്യാം കേട്ടോ. ഇവിടെ അടുത്തൊരു ക്വസ്റ്റ്യൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ 0.144 ഒരു ക്വസ്റ്റ്യൻ ഉണ്ട്, ചെയ്തു നോക്കാം. അടുത്തൊരു ക്വസ്റ്റ്യൻ കൂടി ഉണ്ട്. ഇതൊക്കെ നമ്മുടെ വർക്കാണ്, നമ്മളിപ്പോൾ പറഞ്ഞ സെയിം കൺസെപ്റ്റ് വെച്ച് ചെയ്യാം. ക്വസ്റ്റ്യൻ ഇതാണ്. 1. ഇതാണ് ക്വസ്റ്റ്യൻ ഉള്ളത്. 3 ക്വസ്റ്റ്യൻ ഉണ്ട്. ഇതിൽ ഫസ്റ്റ് നമുക്ക് പറയാമല്ലോ. ഇവിടെ നോക്കി 81 എന്ന് പറഞ്ഞാൽ എന്താ വരിക? പെട്ടെന്ന് പറഞ്ഞ് ആലോചിച്ച് നോക്കി. 81 പറഞ്ഞാൽ എത്ര? 9 × 9 81, 9 ആണ്. എത്ര? ഇവിടെ 2 ഉണ്ട്, എല്ലാം 2 റൂട്ട് എന്ന് പറഞ്ഞാൽ എല്ലാം 2 ആണ്. ഇവിടെ 2 ദശാംശം ഉണ്ട്. 2/2 1, 2/2 ഒരു സ്ഥാനം, ആൻസറായി. അടുത്തതായിട്ട് നമുക്കിവിടെ നോക്കാം. നമുക്കിവിടെ ദശാംശം നോക്കിക്കഴിഞ്ഞപ്പോൾ തന്നെ 12 കിട്ടി. 144 എന്ന് പറഞ്ഞത് 12 ആണ്. 12 144 ആണ്. 12 × 12 എത്ര സ്ഥാനമുണ്ട്? 1 2 3 4. 4/2 2 ദശാംശ സ്ഥാനം, 2 ദശാംശ സ്ഥാനം നിങ്ങൾക്ക് കിട്ടുന്നുണ്ടെന്ന് ഞാൻ വിചാരിക്കുന്നു. 2.25. 2.25 എന്ന് വരുമ്പോൾ എത്ര ആൻസർ വരിക? ഇവിടെ ആൻസർ വരുന്നത് ശരിക്കും നോക്കിയാൽ 15 ആണ്. 225 നോക്കി, 25 അല്ലല്ലോ, 15ൻ്റെതാണ് റൂട്ട് 225. സോ 15 കിട്ടി. എത്ര സ്ഥാനമുണ്ടാവും? ഇവിടെ 2 സ്ഥാനമല്ലേ ഉള്ളൂ. 2/2 1, ഒരു ദശാംശ സ്ഥാനം ആകുമ്പോൾ 1.5 ആണ്. 1.5 ആൻസർ വരിക.
അപ്പോൾ അത് കൃത്യമായിട്ട് നിങ്ങൾ മനസ്സിലാക്കി വെക്കുക. ചില ചോദ്യങ്ങൾ വലിയൊരു ലെങ്ത്തുള്ള ചോദ്യത്തിലൊക്കെ ഞാനിവിടെ കണ്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് നമുക്ക് നോക്കാം. അപ്പോൾ ഒരു ക്വസ്റ്റ്യൻ ഞാൻ ഈ ബോർഡിൽ എഴുതും. നിങ്ങൾക്കുള്ളൊരു വർക്കാണ്. എത്ര പേര് ഇത് ശരിക്കും ഒരു ട്രിക്ക് വെച്ച് ചെയ്യണം. എന്ത് ട്രിക്കാന്നൊക്കെ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം. ക്വസ്റ്റ്യൻ അതാണ് കേട്ടോ. റൂട്ട് ഓഫ് ഇവിടെ നമുക്ക് എന്താണുള്ളത്, ഇതാണ് സംഖ്യ. നിങ്ങൾക്ക് ഞാനിവിടെ 4 ഓപ്ഷൻസും തരാം. ഓപ്ഷൻസ് എന്ന് പറയുന്നത് ഇതാക്കിയേണ്ടത്. ഇതാണ് നിങ്ങളുടെ ഒരു ടാസ്ക്. എന്തായിരിക്കും ഇതിൻ്റെ ഒരു ആൻസർ വരിക എന്നുള്ളത് നിങ്ങൾ കൃത്യമായിട്ടും അറിയുന്ന ആളുകൾക്ക് ഇതൊരു വലിയ സംഭവമൊന്നുമല്ല. പക്ഷേ ഇതിലിവിടെ എന്താ ഉള്ളത്, നമുക്ക് ഈ 30, 25 അറിയില്ല. ഇവിടെ ഒരു കുഴപ്പമുണ്ടല്ലേ. നമ്മളിതുവരെ പഠിച്ചത് എന്തായിരുന്നു, 1 മുതൽ 10 വരെയൊക്കെയാണ് പഠിച്ചിട്ടുണ്ടായിരുന്നത്. അല്ലെങ്കിൽ 10 അല്ലെങ്കിൽ 20, നമുക്ക് ഏകദേശം 30 വരെ അറിയാമെന്ന് ചോദിക്കാം. 900 വരെയൊക്കെ അറിയാം. എന്താണ് 25, 625, 25 സ്ക്വയർ 625, ഇങ്ങനെ ഒരു 30 വരെയൊക്കെ പഠിച്ചു വെക്കുന്നത് നല്ലതാണ്. 30ൻ്റെ സ്ക്വയർ 900. ഇതിലൊന്നുമല്ലല്ലോ. ഈ 35 വലിയ സംഖ്യയാണ്. അപ്പോഴാണ് നിങ്ങളുടെ ഐഡിയ കത്തേണ്ടത്. ഐഡിയ ഉപയോഗിക്കൂ. എന്ത് മനസ്സിലാക്കുന്നു, എല്ലാം 55 വെച്ചിട്ടുള്ളതാണ്. അപ്പോൾ നമ്മളെന്താണ് 55ൻ്റെ ആണ് എന്നുള്ളത് ഈ ചോദ്യത്തിൻ്റെ ആൻസർ കീ അല്ലെങ്കിൽ ഓപ്ഷൻസ് നോക്കുമ്പോൾ നിങ്ങളുടെ ഉള്ളിൽ മനസ്സിലാവണം. അപ്പോൾ അത് മനസ്സിലായ ആളുകൾക്ക് ഈ ആൻസർ ഈസിയാണ്. എന്തായാലും 30, 25ൻ്റെ ആൻസർ എല്ലാം 55 വെച്ചിട്ടല്ലേ. 550 എന്തായാലും ആവില്ല. നോക്കാം. ഇവിടെ നമുക്ക് 55 കിട്ടിയതിന് ശേഷം 55 ആണ് നമുക്ക് ഓപ്ഷനാണ് കിട്ടിയിട്ടുള്ളത്. ഈ ദശാംശം എണ്ണി നോക്കിയേ. 1, 2, 3, 4. 4/2 2 ദശാംശം 2 ദശാംശമുള്ള ആൻസർ 0.55. അപ്പോൾ 0.55നെ ഗുണിക്കുമ്പോഴാണ്. അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കേണ്ടതാണ് ഇത്തരം ചോദ്യങ്ങൾ ഇങ്ങനെയൊക്കെ വരാം. ഞാനൊരു ചോദ്യം കൂടി തരാം. ഇവിടെ മിക്സഡ് ആയിട്ട് തരാമെന്ന് വിചാരിക്കുക. അതായത് 0.64 ഇൻറ്റു 0.36 ഇങ്ങനെ മിക്സഡ് ആയിട്ട് തരികയാണ് എന്ത് വരും. അപ്പോഴും ഈ ടെക്നിക്ക് ഉപയോഗിക്കാം. നമുക്കറിയാം ഇത് 8 8 64 ഇത് 6 6 36 6 8 48 കിട്ടി. ഇനി ദശാംശം എണ്ണ 1 2 3 4 4/2 2 ദശാംശം. ഇത്ര സിമ്പിളല്ലേ. നിങ്ങൾ നോക്കി ഇതിനൊക്കെ 1000 ഒക്കെ ഇട്ടിട്ട് 100 വെച്ച് ചെയ്യണം. ഇവിടെയൊക്കെ 100 വെച്ച് ചെയ്യണം. വല്ല കാര്യമുണ്ടോ? ഇല്ല, ഒരു കാര്യമില്ല. ഇങ്ങനെയാണ് നമ്മൾ പണ്ട് പഠിപ്പിച്ചിട്ടുള്ളത്. അത് എന്തോ അങ്ങനെയാണ് സംഭവം. ഇതിങ്ങനെയാണ്. അപ്പോൾ അതുകൊണ്ട് നമ്മളെന്താണ് നെക്സ്റ്റ് ലെവലിലെ കുറച്ച് കാര്യങ്ങൾ കൂടി നമുക്ക് ഈ വീഡിയോയിൽ പഠിക്കാം. ഇപ്പം പഠിച്ച കാര്യങ്ങൾ നമ്മളെന്താണ് പലപ്പോഴും PSC പരീക്ഷയ്ക്ക് ചോദിക്കുമ്പോൾ പല രീതിയിൽ ചോദിക്കും. അതെങ്ങനെയാണുള്ളതാണ് നമ്മളിനി പഠിക്കാൻ പോകുന്നത്. അതായത് നമ്മൾ പഠിച്ച കാര്യങ്ങളൊക്കെ തന്നെ പല രീതിയിൽ മാറ്റങ്ങൾ വരുത്തിയിട്ട് എക്സാമിന് ചോദിച്ചാൽ നമുക്കിതിൻ്റെ ആൻസർ കിട്ടണം. അപ്പോൾ അതിൻ്റെ ഒരു ലോജിക്കാണ് ഞാനിവിടെ പറയുന്നത്. ഒരു ബ്രാക്കറ്റിൽ ഒരു നമ്പർ കൊടുത്തിട്ടുണ്ട്. ഈ നമ്പർ കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും അറിയില്ല. നമ്പർ ഇതാണുള്ളത് 0.216 എന്ന് എഴുതിയിട്ട് ഇതിൻ്റെ മുകളിൽ ഒരു 1/3 എന്നിടും. അല്ലോ, മനസ്സിലാവുണ്ടോ? അതല്ലെങ്കിൽ വേറൊരു ചോദ്യം ഉണ്ടാവും ഇവിടെ. പോയിൻ്റ് ഇങ്ങനെ ചോദിച്ചിട്ടൊരു എന്ത് വരും, 125 തന്നിട്ട് ഒരു 1/3 വരും. ഇങ്ങനെ വന്നാൽ എന്ത് ചെയ്യും? അവിടെയാണ് നമ്മളെ കയ്യിൽ നിന്ന് പോകാൻ പാടില്ല. നമ്മളിതിനെ വേറെ രീതിക്ക് മനസ്സിലാക്കിയെടുക്കണം. എങ്ങനെയാണോ ഇത് നമ്മൾ ചോദിച്ച ചോദ്യത്തിന് ഞാൻ എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ നമ്മൾ ഇതേ ചോദ്യങ്ങളൊക്കെ നമ്മൾ ചെയ്ത് നോക്കിയിട്ടുണ്ടായിരുന്നു. എനിക്കൊന്ന് ഈ സെയിം ക്വസ്റ്റ്യൻ എനിക്ക് നമ്മൾ തുടക്കത്തിൽ ചെയ്തതാണെന്ന് ഞാൻ വിചാരിക്കുന്നു. ക്യൂബ് റൂട്ട് ഓഫ് 1 2 3 0 125 അല്ലേ? അതായത് ഇതേ ചോദ്യം നമ്മൾ തുടക്കത്തിൽ ചെയ്തിട്ടുണ്ടായിരുന്നു. എൻ്റെ ഒരു ഓർമ്മ ശരിയാണെങ്കിൽ നമ്മൾ ഫസ്റ്റ് ചെയ്ത ക്വസ്റ്റ്യൻ എന്തായിരുന്നു? ഇത് തന്നെയായിരുന്നു. ഇതിനെ ചിലപ്പോൾ PSC എക്സാമിന് എന്ത് ചോദിക്കും? ഇവിടെ പോയിന്റ് കിട്ടോ, ബ്രാക്കറ്റ് എന്നിട്ട് അതിൻ്റെ മുകളിൽ 1/3. ശരിക്കും ഒരു സംഖ്യേൻ്റെ മുകളിൽ 1/3 തന്നാൽ അപ്പം നിങ്ങൾ എന്ത് മനസ്സിലാക്കണം? ക്യൂബ് റൂട്ടാണല്ലോ, ക്യൂബ് റൂട്ട് ആക്കുക. 1/3 തന്നാൽ ഒരു ദശാംശ സംഖ്യ, ഏത് സംഖ്യ ആയിക്കോട്ടെ, ദശാംശമല്ല ഏത് സംഖ്യ ആയാലും, ഇതിപ്പോൾ ദശാംശത്തിൻ്റെയാണ് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഒരു സംഖ്യ ഏത് നമ്പർ ആയാലും അതിൻ്റെ മുകളിൽ 1/3 ഇട്ടാൽ ക്യൂബ് റൂട്ടാണ്. അപ്പോൾ അത് കൃത്യമായിട്ട് മനസ്സിലാക്കുക. അപ്പോൾ നമുക്കിവിടെ എന്താ ആൻസർ കിട്ടി? നേരത്തെ ചെയ്ത പോലെ തന്നെ മാറ്റി വെച്ചാൽ മതി. എത്ര ഇവിടെ 5 വരിക. ഇവിടെ 1 2 3 4 5 6 6/3 2 ദശാംശം. നമ്മൾ ചെയ്ത ക്വസ്റ്റ്യൻ തന്നെയാണ്. 0.05 തന്നെയാണ് നമുക്ക് നേരത്തെ കിട്ടിയിട്ടുള്ളത്. അതുകൊണ്ട് കൺഫ്യൂഷൻ ഇല്ല. ഇവിടെ ഇതിന് നമ്മൾ മനസ്സിലാക്കേണ്ടതാണ്
1/3 കണ്ടാൽ അപ്പം അതിനെ ക്യൂബ് റൂട്ടാക്കി വെക്കുക. ക്യൂബ് റൂട്ട് ഓഫ് 216 ആണോ? അല്ല, ഒരു പോയിന്റ് ഉണ്ട്, പോയിന്റ് 216 216 ശരിക്കും എന്താണുള്ളത്? 6 എന്നുള്ള നമ്പറാണ്. ഇവിടെ 3.3/3 ഒരു ദശാംശമാണ്. 3/3 0.6 ആൻസർ കിട്ടി. അപ്പോൾ ഇതേപോലെ തന്നെ റൂട്ട് വരുമ്പോൾ ഞാനൊരു ചോദ്യം തരാം ഇവിടെ. അതായത് 0.0081 ഹോൾ റേസ് ടു 1/2. അപ്പോൾ 1/3 വന്നാൽ എന്താണ് സുഹൃത്തുക്കളെ, നമ്മുടെ ഉദ്യോഗാർത്ഥികളെ, നമ്മുടെ കൂട്ടുകാർ, എന്താണ് ഇതിൻ്റെ റൂട്ട് എന്ന് പറയുമ്പോൾ, അല്ലെങ്കിൽ ക്യൂബ് റൂട്ട് എന്ന് പറയുമ്പോൾ 1/3 അല്ലേ ഉള്ളൂ. അതേപോലെ തന്നെ 1/2 കണ്ടാൽ സ്ക്വയർ റൂട്ടാക്കി വെക്കുക. 1/2 സ്ക്വയർ റൂട്ട് എത്ര വരും ഇവിടെ? 81 അല്ലെങ്കിൽ പോയിന്റ് ഇത്രയും ചോദിച്ചാൽ മതി. 81 വരും. അതായത് എന്താണോ 1/2 കൊടുത്തത്. അപ്പോൾ നമ്മൾ രണ്ട് കാര്യം പഠിച്ചു വെക്കുക. എന്താണ്? ഒന്ന് ആലോചിച്ച് നോക്കി, മനസ്സിൽ ഇപ്പോൾ തന്നെ പഠിച്ചു നോക്കി. ഒരു സംഖ്യയുടെ മുകളിൽ 1/3 വന്നാൽ, ഒരു സംഖ്യയുടെ മുകളിൽ 1/3 വന്നാൽ ക്യൂബ് റൂട്ട്. ഒരു സംഖ്യയുടെ മുകളിൽ 1/2 വന്നാൽ, ഒന്ന് പറഞ്ഞു നോക്കി, ഒരു സംഖ്യയുടെ മുകളിൽ 1/2 വന്നാൽ റൂട്ട്. ഇതേ സംഖ്യ ആയാലും. അപ്പോൾ തൽക്കാലം നമുക്കിവിടെ 4 ദശാംശം ഉണ്ട്. ഇവിടെ 81, 9 81 ഇവിടെ 4/2 2 ദശാംശം നമ്മൾ എഴുതി വെച്ചു. അപ്പോൾ ഇങ്ങനെയൊക്കെയാണ് ആൻസർ കിട്ടുക. അപ്പോൾ ഞാനൊരു ക്വസ്റ്റ്യൻ ഞാനിവിടെ സ്ക്രീനിൽ ഇവിടെ എഴുതി കാണിക്കാം. അപ്പോൾ അത് നിങ്ങൾ തീർച്ചയായിട്ടും ചെയ്ത് നോക്കുക. ഞാൻ ഈ സ്ക്രീനിൽ കാണിക്കാമെന്ന് പറയുമ്പോൾ പലപ്പോഴും എനിക്ക് ഇത് എഡിറ്റ് ചെയ്യുമ്പോൾ നമുക്കിത് ഒരുപാട് എഡിറ്റിംഗ് ടൈമൊക്കെ നമുക്കിവിടെ വരുന്നുണ്ട്. അപ്പോൾ ഈ എഡിറ്റിംഗ് ടൈം നമുക്ക് വരുന്നതുകൊണ്ട് തന്നെ ചിലപ്പോൾ നമ്മൾ മറന്നു പോകും. കഴിഞ്ഞ ക്ലാസ്സിൽ തന്നെ ഒരു ക്വസ്റ്റ്യൻ തരാൻ വിട്ടുപോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ ഇത് കമൻറ്റ് ചെയ്യുക. ക്വസ്റ്റ്യൻ ഇതാണ് കേട്ടോ ഇവിടെ ഉള്ളത്. സോ ക്വസ്റ്റ്യൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ എത്ര പേര് ചെയ്യും? ഇവിടെ 1 2 3 4 5 ശരിയാണ്, വലിയ കുഴപ്പമൊന്നുമില്ല. അപ്പോൾ ഇതിൻ്റെ ചോദ്യത്തിൻ്റെ ഉത്തരം തീർച്ചയായിട്ടും നിങ്ങൾക്ക് കമൻറ്റ് ചെയ്യാം. കമൻറ്റുകളിലൂടെ നിങ്ങൾ അഭിപ്രായങ്ങളൊക്കെ പറയാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ ക്ലാസ്സിൻ്റെ ഒരു കാര്യമുള്ളത്. അപ്പോൾ എന്തായാലും വീണ്ടും അടുത്ത വീഡിയോയിൽ, ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള വീഡിയോയിൽ കാണാം. സോ ടിൽ ദെൻ ടേക്ക് കെയർ, ബൈ.